കുറച്ച് വെളിച്ചം കൂടി പോകട്ടെ. വെളിച്ചം ദുഃഖമല്ലുണ്ണി, തമസും ദുഃഖമല്ലുണ്ണി, ഒന്നും ദുഃഖമല്ലുണ്ണി അല്ലേ? എന്തൊക്കെ ഈ പറയുന്നത്? സന്തോഷ് വർക്കി എന്ന ആറാട്ടണനെ, അല്ലെങ്കിൽ ആറാട്ടണനായ സന്തോഷ് വർക്കിയെ അതിസാഹസികമായ രീതിയിൽ ഇന്നലെ ഒരു വലിയ പോലീസ് സന്നാഹം കീഴ്പ്പെടുത്തുകയും ഓടിച്ചിട്ട് പിടിക്കുകയോ അങ്ങനെയൊക്കെ എന്തൊക്കെയോ കീഴ്പ്പെടുത്തി എന്നല്ലോ, അതിസാഹസികമായി പിടികൂടുകയുണ്ടായി. അടികൂടിയെന്ന് പിടിയും കൂടിയെന്ന് എന്തല്ലേ ഈ ഒരു അവസ്ഥ ഇന്ന് കേരള പോലീസിന് ഉണ്ടായതിന് കാരണമെന്ന് പറയുന്നതും നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ, എല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ഒരുപാട് തീവ്രവാദി അക്രമങ്ങൾ ഇന്ത്യ നേരിടുമ്പോൾ, ഒരുപാട് സഹോദരങ്ങൾ തീവ്രവാദികളാൽ കൊല്ലപ്പെടുമ്പോൾ, ഇതിന്റെ എല്ലാം ചുക്കാൻ പിടിക്കുന്നത് കേരളത്തിലിരുന്നു കൊണ്ട് ഒരു സന്തോഷ് വർക്കി എന്ന ആറാട്ടണനാണെന്ന് പോലീസ് തിരിച്ചറിയുമ്പോൾ അവർ ഒരു സീക്രട്ട് ഓപ്പറേഷനിലൂടെ അദ്ദേഹത്തെ കീഴ്പ്പെടുത്തുകയായിരുന്നു. അദ്ദേഹം എന്നല്ല, ഒട്ടും ഭീകരനായ ഈ സന്തോഷ് വർക്കിയായ ആറാട്ടണനെ, അല്ലെ ആറാട്ടണൻ ആകുന്ന സന്തോഷ് വർക്കിയെ, അല്ലെങ്കിൽ സന്തോഷ് അണ്ണനാകുന്ന ആറാട്ട് വർക്കി അതിസാഹസികമായി വലിയൊരു ഓപ്പറേഷനായിരുന്നു കേരള പോലീസിൻ്റെത്. അദ്ദേഹത്തെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതുപോലെയുള്ള കൊടും ക്രിമിനലുകളെ പോലീസ് അവരുടെ ജീവൻ തന്നെ പണയപ്പെടുത്തി എത്രയോ ദിവസങ്ങളായി ഇയാളുടെ പിന്നിൽ പോലീസ് ഉണ്ടായിരുന്നു. ഒരുപാട് ദിവസത്തെ സീക്രട്ട് ഓപ്പറേഷന് ശേഷമാണ് അവർ ഈ അദ്ദേഹത്തെ കണ്ടെത്തിയത് തന്നെ. രഹസ്യമായിട്ട് കളമശ്ശേരിയിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ ഒരു മുറിയിൽ സന്തോഷ് വർക്കി ഇരിപ്പുണ്ടായിരുന്നു. ആരും അറിഞ്ഞില്ല. ലോകത്ത് നിന്ന് പല ഏജൻസികളും, FBI അടങ്ങുന്ന ഏജൻസികളടക്കം ശ്രമിച്ചിട്ടും ഈ വീട്ടിലിരിക്കുന്ന സന്തോഷ് വർക്കിയെ ട്രേസ് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം ടെക്നോളജി അത്രയ്ക്കും അഡ്വാൻസ്ഡ് ആണ് സന്തോഷ് വർക്കിയുടെ ടെലിഫോണോ മറ്റോ ഒന്നും അങ്ങനെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ലായിരുന്നു. കാരണം ഇദ്ദേഹത്തെ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മണിക്കൂറിനിടവിട്ടും ചിലപ്പോൾ 2 മണിക്കൂർ 3 മണിക്കൂർ ഇടവിട്ട് സിഗ്നൽ ഇങ്ങനെ ചേഞ്ച് ആവുന്നത് പോലെ എപ്പോഴും ഇങ്ങനെ സിഗ്നൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇവിടെ നിൽക്കുന്ന ആള് അവിടെ ഇല്ല, അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന ആൾ അവിടെ ഉള്ളതുപോലെ തോന്നും. അവിടെ നിന്നുകൊണ്ട് അയാൾ ഇവിടെ ഉള്ളതുപോലെ പെരുമാറും, ഇവിടെ ഉള്ളതുപോലെ നിന്നിട്ട് അവിടെ പ്രവർത്തിക്കും. പോലീസിന് വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ഒരു സംഭവമാണിത്. അപ്പോൾ ശാസ്ത്രജ്ഞന്മാർ ഇതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. മൾട്ടിപ്പിൾ മൊബൈൽ ആക്ടിവേഷൻ സിൻഡ്രോം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ മൊബൈൽ നെറ്റ്വർക്ക് ആക്സസിബിലിറ്റി എന്നോ മറ്റോ പറയുന്ന എന്തോ ഒരു തരം ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്നാണ് ഇതുവരെ ശാസ്ത്രജ്ഞന്മാർക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളൂ. പക്ഷെ അതിലും കൂടിയ എന്തോ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് എന്നുള്ള സംശയവും പോലീസിന് ഇപ്പോൾ ഉണ്ട്. കേരളത്തിൽ ഇരുന്നു കൊണ്ട് സിനിമകളെ വിമർശിക്കുന്നു അല്ലെങ്കിൽ റിവ്യൂ കൊടുക്കുന്നു എന്ന വ്യാജേന അന്യരാജ്യങ്ങൾക്ക് രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുകയായിരുന്നു ഇദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന വിവരം ഈ കഴിഞ്ഞിടയ്ക്ക് നടന്ന തീവ്രവാദി ആക്രമണങ്ങൾക്ക് ശേഷമാണ് പോലീസിനും പട്ടാളത്തിനും മാധ്യമങ്ങൾക്കും രാഷ്ട്രീയക്കാർക്കും സാമൂഹ്യ പ്രവർത്തകർക്കും പിന്നെ എസ്കോർട്ട് സർവീസ് നടത്തുന്നവർക്കും സെക്സ് വർക്ക് ചെയ്യുന്നവർക്കും എല്ലാം മനസ്സിലായത്. അയാൾ മനഃപൂർവ്വം ഈ തീവ്രവാദി ആക്രമണങ്ങൾ നടക്കുമ്പോൾ വാർത്തയുടെ ശ്രദ്ധ തെറ്റിക്കാൻ, വാർത്താ മാധ്യമങ്ങളുടെ ശ്രദ്ധ തെറ്റിക്കാൻ ചില പോസ്റ്റുകളൊക്കെ ഇട്ട് സമൂഹത്തിന്റെ ശ്രദ്ധ തെറ്റിക്കുന്നത് കഴിഞ്ഞ ദിവസം ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വിളിച്ചു പറഞ്ഞ് കേരള പോലീസ് മേധാവിയോട് അറിയിക്കുകയായിരുന്നു, ഇതിലെന്തോ ദുരൂഹതയുണ്ട്. കേരള പോലീസ് മേധാവി സന്തോഷ് വർക്കിക്കോ അറസ്റ്റ് കരോ എന്നായിരുന്നു മോദിജിയുടെ മെസ്സേജ്. അപ്പോൾ തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായ ബഹുമാനപ്പെട്ട ശ്രീ പിണറായി സന്തോഷ് വർക്കിയെ അറസ്റ്റ് ചെയ്യുമോ എന്ന് പറഞ്ഞപ്പോൾ പിണറായി വിജയൻ പറഞ്ഞു, ഇമാതിരി വിരട്ടലും വിലപേശലും ഒന്നും ഇങ്ങോട്ട് വേണ്ട, ഞങ്ങൾ അയാളെ അറസ്റ്റ് ചെയ്തോളാം, അകത്ത് കയറ്റ് എന്ന് പറഞ്ഞു. എനിക്കവിടെ സൗണ്ട് അങ്ങോട്ട് കിട്ടുന്നില്ല. അതോ അങ്ങനെ ഇത്ര വലിയ കുറ്റവാളികളെയൊക്കെ കണ്ടെത്തി അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലെന്നോ റിമാൻഡിലൊക്കെ കൊണ്ടുപോകുന്ന കേരള പോലീസിന്റെ ധൈര്യം, പിന്നെ അതിനപ്പുറത്തോട്ടുള്ള ഇന്റലിജൻസ്, പിന്നെ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നവരുടെ ഒരു ആത്മാർത്ഥതയുടെ എന്തൊക്കെയാണല്ലേ.
ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ എന്താകുമായിരുന്നു? ഇന്ത്യയുടെ അവസ്ഥ എന്താകുമായിരുന്നു? മാത്രമല്ല കേരളത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നു? ചിന്തിക്കണം സുഹൃത്തുക്കളെ. ഭാവി തലമുറയെ തകർക്കുന്ന, ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്ന ഈ നാട്ടിൽ തൊഴിലില്ലായ്മ എന്തുകൊണ്ട് ഗംഗാ നദി ഇത്ര മലിനമായിരിക്കും? എന്തുകൊണ്ട് ഇവിടെ ഈ പോപ്പുലേഷൻ ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായി മാറിയത് എങ്ങനെ? ഈ സന്തോഷ് വർക്കിയെ പോലെയുള്ളവർ, ഈ കുട്ടികളെല്ലാം പട്ടിണി കിടന്ന് മരിക്കുമ്പോൾ, രാജ്യത്തെ തീവ്രവാദികളെ കൊണ്ട് ആക്രമിപ്പിക്കുമ്പോൾ സന്തോഷ് വർക്കി അറിയുന്നില്ല. സന്തോഷ് വർക്കിയെ കേരള പോലീസ് നോട്ടമിട്ടിരിക്കുകയായിരുന്നു എന്നോ? കേരള പോലീസിനാണ് അതിന്റെ കളി. സന്തോഷ് വർക്കി ആറാട്ടൻ എന്ന് കള്ളപ്പേരിൽ വേഷം മാറി, രൂപം മാറി, ഭാവം മാറി, പേര് മാറ്റി, പല വേഷത്തിൽ പല രീതിയിൽ കേരളത്തിൽ വന്ന് തിയേറ്ററിലൂടെ കറങ്ങി നടന്നാൽ എന്നെ പിടിക്കില്ല എന്ന് കരുതിയോടാ. നീ ആരോടാണ് കളിച്ചതെന്ന് അറിയാമോ? കേരള പോലീസിനോടാണ് കളിച്ചത്. കേരള പോലീസ് നിന്നെ അതിസാഹസികമായി തന്നെയല്ലേ കീഴ്പ്പെടുത്തിയത്? യെസ്, വി ആർ പ്രൗഡ് ഓഫ് കേരള പോലീസ്, വി ആർ പ്രൗഡ് ഓഫ് പിണറായി വിജയൻ. യെസ്, ഞങ്ങൾ മലയാളികൾ രക്തത്തെ തെളിച്ചു കയറുന്നു. കേരളം എന്ന് കേട്ടാൽ രക്തം തെളിക്കുന്നു. കളമശ്ശേരി എന്ന് കേട്ടാൽ രക്തം തുളുമ്പും. അതുകൊണ്ട് ഞാൻ കേൾക്കുന്നില്ല, തൽക്കാലം വിട്ടിരിക്കുന്നു. അപ്പോ നിന്നെ പോലെയുള്ള കൊടും കുറ്റവാളികൾ ഈ രാജ്യം നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ, അന്യരാജ്യക്കാർക്ക് ഈ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയെ പറ്റിയുള്ള രഹസ്യങ്ങൾ പാകിസ്ഥാന് ചോർത്തി കൊടുത്തവനാണ്. ആ സിനിമയെ പറ്റി ഇവിടെ ചർച്ചയാകുമ്പോൾ സന്തോഷ് വർക്കി എന്ത് ചെയ്യുകയായിരുന്നു? ഇതിന്റെ എല്ലാം റിപ്പോർട്ടുകൾ ശേഖരിച്ച് പോലീസ് ഇദ്ദേഹത്തെ പിന്തുടർന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. അതും ആ ഇലക്ട്രിക് സ്കൂട്ടറിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച ഈ സന്തോഷ് വർക്കിയെ ഒരു നീണ്ട നേരത്തെ ചേസിന് ശേഷം പിടിക്കാൻ കിട്ടാതിരുന്ന, അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന ഭയങ്കരമായ വെട്ടിച്ചും കുതിരയും ഒക്കെയാണ് ഈ ബൈക്കുമായി പോകുന്നത് അയാൾ. അങ്ങനെ ജീപ്പിലോ ഇവിടെയുള്ള മറ്റു വാഹനങ്ങളോ പോലീസ് വാഹനങ്ങൾക്കോ പിടിക്കാൻ കഴിയാതെ ഓടിച്ചുകൊണ്ട് പോയപ്പോൾ ബാറ്ററി തീർന്നു. അങ്ങനെയാണ് പോലീസിന് അദ്ദേഹത്തെ പിടിക്കാൻ കഴിഞ്ഞത്. അത്രയ്ക്കും മോഡേൺ ബൈക്കുകളൊക്കെ ഉപയോഗിച്ചാണ് ഇദ്ദേഹം ഇന്ത്യയിലൂടെ നടന്നുകൊണ്ടിരുന്നത്. പലപ്പോഴായി ഈ സ്കൂട്ടറിൽ കാശ്മീർ വരെ പോയിട്ട് തിരിച്ചു വരുമായിരുന്നെന്നും പല വാർത്താ വൃന്ദങ്ങൾ അറിയിച്ചു. രഹസ്യ ഏജൻസികൾ ഇദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൽ കാശ്മീരിൽ പോയി വരുമ്പോൾ, അല്ലെങ്കിൽ പഞ്ചാബിൽ പോയി വരുമ്പോൾ ആരും ശ്രദ്ധിക്കില്ല എന്ന് സന്തോഷ് വർക്കിയായ ആറാട്ടണ്ണനെ നിങ്ങൾക്ക് തോന്നുമായിരുന്നെങ്കിൽ നിങ്ങളുടെ തെറ്റാണ് മിസ്റ്റർ. കേരള പോലീസിന്റെ ഇന്റലിജൻസ് നിനക്കറിയില്ല, കേരള പോലീസിന്റെ കൃത്യനിഷ്ഠത നിനക്കറിയില്ല. കണ്ട സിനിമാ നടന്മാരൊക്കെ പെൺകുട്ടികളെ പീഡിപ്പിച്ചിട്ട് കടന്നു കളയുമ്പോൾ അവർ വിട്ടുകൊടുക്കുന്നതാണ്, കാണാതിരിക്കുന്നു. ഇതൊക്കെ അവർക്ക് ശ്രദ്ധിക്കാൻ സമയമില്ല. നിന്നെ പോലുള്ള കൊടും കുറ്റവാളികളെ തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു സിദ്ധിക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നടനോ കാണാതെ വെറുതെ ലുക്ക് ഔട്ട് നോട്ടീസ് കൊടുക്കാൻ മാത്രമേ ഞങ്ങൾക്ക് സമയമുള്ളൂ. പെൺകുട്ടികളെ പീഡിപ്പിച്ചാൽ എന്ത്, ബലാത്സംഗം ചെയ്ത് കൊന്നാൽ എന്ത്, രാജ്യസുരക്ഷ, അതാണ് കേരള പോലീസിന്റെ ഏക ലക്ഷ്യം. സമൂഹ നന്മയ്ക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന, അതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന, അതിനുവേണ്ടി മാത്രം കഷ്ടപ്പെടുന്ന, അതിനുവേണ്ടി മാത്രം ജീവിക്കുന്ന പൂക്കൾ ഷഡ്ഡി. അപ്പോ അങ്ങനെയുള്ള കേരള പോലീസ് വെറുതെ ചെറിയ ചെറിയ കേസുകളൊന്നും കേരള പോലീസ് എടുക്കാറില്ല. ഇത്രയ്ക്കും രഹസ്യമായി നിന്നിട്ട് പോലും നിന്നെ പൊക്കിയത് കണ്ടോ സന്തോഷ് വർക്കി? ഇത് കാണുമ്പോൾ സന്തോഷ് വർക്കി മനസ്സിലാക്കണം, ഇനി മേലിൽ ഇമാതിരി രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നീ ചെയ്താൽ നിന്നെ ഇനിയും കേരള പോലീസ് പൊക്കും. കാരണം കേരള പോലീസിന് ഇപ്പൊ എല്ലാം അറിയാം. നിന്നെ പറ്റിയുള്ള സകല വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. നിന്നെ ചോദ്യം ചെയ്ത് ബാക്കി രഹസ്യങ്ങളോട് ഊറ്റിയെടുത്തു കഴിഞ്ഞാൽ ഏകദേശം എത്രത്തോളം വരും? ഒരു തീവ്രവാദിയുടെ തലയ്ക്കുള്ളിൽ കുടുങ്ങിയിരിക്കുന്ന തീവ്രവാദം പുറത്തെടുത്താൽ, പിഴിഞ്ഞെടുത്താൽ അത് ഏകദേശം ഇത്രത്തോളം വരും. അത് മതി ഒരാളെ തീവ്രവാദിയാക്കാൻ. എന്തായാലും ഈ ഒരു അവസരത്തിൽ ഞാൻ പറയുകയാണ്, കേരള ജനതയോട് പറയുകയാണ്, നിങ്ങളെല്ലാവരും സുരക്ഷിതരാണ്. നിങ്ങളുടെ പെൺമക്കൾ ഒന്ന് ബലാത്സംഗം ചെയ്യപ്പെട്ടാൽ എന്ത്, പട്ടിണി കിടന്ന് മരിച്ചാൽ എന്ത്, കടക്കണിയിൽ കുടുംബത്തോട് ആത്മഹത്യ ചെയ്താൽ എന്ത്, കുടിക്കുന്ന വെള്ളത്തിൽ, ശ്വസിക്കുന്ന വായുവിൽ, ആഹാരത്തിൽ മായം കലർന്നാൽ എന്ത്, ആരോഗ്യം നശിച്ച് എന്തെങ്കിലും രോഗം ബാധിച്ച് ഏതെങ്കിലും ആശുപത്രിയിൽ കിടക്കുമ്പോൾ അവിടെ ചെറിയ മാഫിയകൾ പ്രവർത്തിക്കുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ എന്ത്? ഇതുപോലുള്ള കുറ്റവാളികളെ കണ്ടെത്തുന്നതിനിടയിൽ പോലീസിന് നിനക്ക് സമയം കാണില്ല. മനസ്സിലായോ സുഹൃത്തുക്കളെ? നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും അതിക്രമിച്ച് കയറി നിങ്ങളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി തോക്കുമായി വന്ന് ഒരു അക്രമം കാണിച്ചാൽ എന്ത്? കമ്മീഷൻ ഓഫീസിന്റെ താഴെ നിന്നുകൊണ്ട് അവനെ ഞാൻ ചവിട്ടും, ഇടിക്കും, തൊഴിക്കും എന്ന് പറഞ്ഞപ്പോൾ പോലീസ് പറഞ്ഞത് എന്താണെന്ന് അറിയുമോ? ഇതുപോലുള്ള സന്തോഷ് വർക്കിയെ പോലുള്ള തൊപ്പി എന്നൊക്കെ പറയുന്ന തീവ്രവാദികളെ പിടിക്കുന്നതിനിടയിൽ നീക്ക് എന്തിനാണ് ഇങ്ങനെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്? ആ തോക്കൊരു കളിപ്പട്ടമല്ലേ? കളിപ്പട്ട തോക്കുകൾ കണ്ടാൽ അറിയില്ലേ? വെള്ളം ചീറ്റുന്ന തോക്കുണ്ട്, ചില പൊട്ടാസ് പൊട്ടിക്കുന്ന തോക്കുണ്ട്,
പിന്നെ എന്തോ മ്യൂസിക് വരുന്ന തോക്കുണ്ട്, ലൈറ്റ് എത്തുന്ന തോക്കുണ്ട്, പിന്നെ തെർമോക്കോൾ പോലെ ആടിക്കുന്ന തോക്കുണ്ട്. അങ്ങനെ പലതരം തോക്കുകളുണ്ട്. അതിൽ ഏതെങ്കിലും തോക്കായിരിക്കും എന്ന് പോലീസ് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം സംശയിച്ചു. പോലീസ് ഉത്തരവാദിത്തമില്ല, ഇവർ ജോലി ചെയ്യാത്തവരാണെന്ന് ഞാൻ സംശയിച്ചെങ്കിലും സന്തോഷ് വർക്കി എന്ന ഈ കൊടുംഭീകരനെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് ആ സത്യം മനസ്സിലായത്. പോലീസ് വെറുതെ ഇരിക്കുകയല്ല, പോലീസ് എല്ലാം കണ്ടുകൊണ്ടാണ് കണ്ടുകൊണ്ടിരിക്കുക മാത്രമല്ല കൃത്യമായ നടപടികൾ, ആക്ഷൻസ്, കട്ട്, ആക്ഷൻ, കട്ട്, ക്യാമറ റോളിംഗ്. ഫേസ്ബുക്കിൽ വെറുതെ അളിഞ്ഞ പോസ്റ്റുകൾ ഇട്ട് നടക്കുന്നവരല്ല കേരള പോലീസുകാർ. കേരള പോലീസിന്റെ ഫേസ്ബുക്ക് പേജിലൊക്കെ കാണുന്നത് വെറും നാടകമാണ്. ഇതുപോലുള്ള വൻകിട ടീമുകളെ പിടിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ചെയ്യുന്ന ചില കോമഡി സ്കിറ്റുകളാണ് നമ്മൾ ഈ കാണുന്നത്. മാത്രമല്ല ഈ റോഡിൽ നിന്ന് ഹെൽമെറ്റ് എന്ത് ചെയ്യും, സീറ്റ് ബെൽറ്റ് എന്ത് ചെയ്യും എന്ന് ചോദിച്ചു പെറ്റിയടിക്കുന്ന നിൽക്കുന്നില്ലേ? അവരെന്താണ് ശരിക്കും നിരീക്ഷിക്കുന്നതെന്ന് അറിയോ? അവർ തീവ്രവാദികളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സന്തോഷ് വർക്കിയെ പോലുള്ള, തൊപ്പിയെ പോലുള്ള, സഞ്ജു ടെക്കിയെ പോലുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യാൻ, വിക്കി തഗ്ഗിനെ പോലെയുള്ള, ചെകുത്താൻ എന്നൊക്കെ പറഞ്ഞതിനെ പോലുള്ള അവരെയൊക്കെ പിടിക്കാൻ വേണ്ടി വേഷം മാറി നിൽക്കുന്നവരാണ് അവർ. അവർ ശരിക്കും ചെക്ക് ചെയ്യുകയല്ല. നാടിനെ രക്ഷിക്കാനും സേവിക്കാനും, നാടിന്റെ സംരക്ഷണം, നാട് മനുഷ്യരുടെ സംരക്ഷണം, ഇവിടെ ജീവിച്ചിരിക്കുന്ന ഈ കേരളത്തിലെ ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി അവരൊരു നാടകം കളിക്കുമ്പോൾ എവിടെയുള്ളത് പറയുകയാണ്. പോലീസുകാർ പണിയെടുക്കാതെ ദേ കണ്ടോ കണ്ടവന്റെ പോക്കറ്റ് അടിച്ച് ജീവിക്കുകയാണ്, ഇതിലും വേദം കട്ടപ്പാരയുമായി കത്താൻ പോയിക്കൂടി എന്നൊക്കെ ആളുകൾ പറയുമ്പോൾ നമ്മൾ അറിയണം അവർ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന്. ബിഗ് സല്യൂട്ട്. ഈ അവസരത്തിൽ ഞാൻ എന്റെ രോമൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് വരികയായിരുന്നു. പിന്നെ ഞാൻ കുറേ നേരം രോമം എഴുന്നേറ്റ് നിന്നു. ഇവിടെയൊക്കെ ഇങ്ങനെ രോമം ഇങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ട് ആകെപ്പാടാൻ ബുദ്ധിമുട്ടായിപ്പോയി. എന്തായിരുന്നാലും കേരളത്തിന്റെ മുഖ്യമന്ത്രി, കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി, അദ്ദേഹത്തിനും ഈ ഒരു അറസ്റ്റ് അല്ലെങ്കിൽ ഈ കുറ്റവാളിയെ കണ്ടെത്തിയപ്പോൾ രാജ്യമെമ്പാടും അദ്ദേഹത്തിന്റെ നാമം വാഴ്ത്തപ്പെടാമാറാകട്ടെ.